നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2023 ജനുവരി മാസം PSC നടത്താൻ പോകുന്ന പരീക്ഷകളുടെ കലണ്ടർ 2 ദിവസം മുമ്പ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും കാത്തിരുന്ന ഒരു പോസ്റ്റ് ആയിട്ടുള്ള ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസും ഉണ്ട്, അതിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഡീറ്റെയിൽഡ് ക്ലാസ് എവിടെ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് എന്നാണ്, ഈ വർഷം കാണുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനുവരി മാസത്തിലാണ് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. 2023 ജനുവരിയിൽ PSC നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട മറ്റു പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, പ്ലംബർ കം ഓപ്പറേറ്റർ 4-ാം തീയതി, അതായത് ജനുവരി 4-ാം തീയതിയാണ് നടക്കുന്നത്. അതുപോലെ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 5-ാം തീയതിയാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് 22/12 ഡിസംബർ 22 മുതൽ ലഭ്യമായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഫിനാൻസ് അസിസ്റ്റന്റ് 5/1/2023 ഡെപ്യൂട്ടി ഫിനാൻസ് മാനേജർ 6/1/2023, മെക്കാനിക് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് 6/1/2023. അതുപോലെ 7/1/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ 10-ാം തീയതി ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ട്രാവൻകൂർ കെമിക്കൽ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിലേക്ക്. അതുപോലെ 11-ാം തീയതി ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ കേരള ഡ്രഗ്സ് കൺട്രോൾ ബോർഡിലേക്കുള്ളത് 7243 പേര് അപേക്ഷിച്ച പോസ്റ്റാണ്. 12-ാം തീയതി റിസർച്ച് ഓഫീസർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ 13-ാം തീയതിയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് ട്രാൻസ്ഫർ പരീക്ഷയാണ്. 17-ാം തീയതി ബോർഡ് ലാസ്കറിൻ്റെ എക്സാം, അതുകൊണ്ട് 17-ാം തീയതി തന്നെ NCA നോട്ടിഫിക്കേഷൻ വഴിയുള്ളത്. 18-ാം തീയതി പ്രോജക്ട് അസിസ്റ്റന്റ് യൂണിറ്റ് മാനേജർ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഏകദേശം 10,026 പേര് അപ്ലൈ ചെയ്തൊരു ഇതാണ് കാറ്റഗറിയാണ്. അതുപോലെ LD ടൈപ്പിസ്റ്റ് ക്ലർക്ക്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, ഇത്രയും ജില്ലകളിലേക്കുള്ള പരീക്ഷ 19-ാം തീയതിയാണ് നടത്താൻ പോകുന്നത്. അതായത് ജനുവരി 19-ാം തീയതി എക്സ് സർവീസ് മാൻമാരിൽ നിന്ന് മാത്രമാണ് അപേക്ഷ ക്ഷണിച്ചിരുന്നത്. 19-ാം തീയതി തന്നെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം ST ഒള്ളി. 20-ാം തീയതി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്. 21-ാം തീയതി ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ പരീക്ഷ ഉണ്ടായിരിക്കും. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ 21/1/2023 സാറ്റർഡേ ആണ്. 1.5 മണിക്കൂറാണ് എക്സാം, 100 മാർക്കിനാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്കിവിടെ കാണിക്കാം. അതുപോലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് NCA നോട്ടിഫിക്കേഷൻ, അതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. 24-ാം തീയതി ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് SC/STയിൽ നിന്ന് മാത്രമുള്ളത്. 25-ാം തീയതി സയന്റിഫിക് അസിസ്റ്റന്റ് ഫിസിയോതെറാപ്പി. 27-ാം തീയതി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിന്റെ എക്സാം. 27-ാം തീയതി തന്നെ അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം 27-ാം തീയതി തന്നെയാണ് നടത്താൻ പോകുന്നത്. അതേപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിൽ നിന്നും പാർട്ട് 3 ആയിട്ട് വരുന്ന എക്സാം 27-ാം തീയതി തന്നെ ഉണ്ടായിരിക്കും. ലാൻഡ് റവന്യൂയിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ 27-ാം തീയതിയാണ് എക്സാം. 28-ാം തീയതി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോടെക്നോളജി കേരള കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത്. 31-ാം തീയതി ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ ഒരുപാട് പേര് എഴുതുന്ന ഒരു പരീക്ഷയാണ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പഠിക്കേണ്ടത്, സിലബസ് എങ്ങനെ കവർ ചെയ്യാമെന്ന്. ഇതാണ് നിങ്ങളുടെ ഡീറ്റെയിൽഡ് സിലബസ്. നമ്മുടെ സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കിടപ്പുണ്ട്. 50 മാർക്ക് പാർട്ട് 1-ൽ നിന്നും, അതുപോലെ ഓരോ മോഡ്യൂള് 10 മാർക്ക് വെച്ച് ഓരോ മോഡ്യൂള് തിരിച്ചിട്ടിട്ടുണ്ട്. ആ മോഡ്യൂളിൽ നിന്നും കറക്റ്റായിട്ട് പഠിച്ചു പോകണം. മോഡ്യൂള് 2-ൽ നിന്നും, അതായത് 1-ൽ നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്നാണ് ആ മോഡ്യൂൾ 1. മോഡ്യൂൾ 2-ൽ നിന്നും 13 മാർക്ക്. അതുപോലെ മോഡ്യൂൾ 2-ൽ നിന്നും 3-ൽ നിന്നും 15 മാർക്ക്. അതുപോലെ മോഡ്യൂൾ 4-ൽ നിന്നും 12 മാർക്ക്. അവിടെ മൈക്രോബയോളജി ഒക്കെ പഠിക്കാനുണ്ട്, ഫിസിക്സും കെമിസ്ട്രി എല്ലാം പഠിക്കാനുണ്ട് കേട്ടോ. ഫിസിക്സിൽ നിന്നും 15 മാർക്ക്, അതുപോലെ കെമിസ്ട്രിയിൽ നിന്നും 15 മാർക്ക്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. ബോട്ടണിയിൽ നിന്നും 15 മാർക്ക്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. പാർട്ട് 5 ആയിട്ട് സുവോളജി 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ജനറ്റിക്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചേറെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. നിങ്ങൾക്ക് 1.5 മണിക്കൂർ പരീക്ഷയുണ്ട്. മെയിൻ പരീക്ഷയായിട്ട് തന്നെ നടപ്പിലാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി അധികം സമയമില്ല.
അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.